അസാബൂമി ഹൊസോമോ ഇതാണ് ജപ്പാനത്തെ ഒരാള് ടൈറ്റാനിക് ഷിപ്പിന്റെ ആക്സിഡന്റുള്ള ഈ ആള് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കുറെ സാഡ് സാധനം കൂടി നടന്നു. അതെന്താ വെച്ചാൽ ഇവർ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവൻ ജപ്പാനിൽ പോയപ്പോൾ ഇവരെല്ലാവരും പേടിത്തൂരി പറയാൻ തുടങ്ങി. അതെന്താ വെച്ചാൽ ഈ ആള് ഇവളുടെ ജീവിതം ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ വൈഫ് കുട്ടികളും കൂടി മരിപ്പിച്ചു പറഞ്ഞു, അതിന് ഡെത്തിന് കൊടുത്തു. അതിന്റെ കാരണം എല്ലാ ആൾക്കാരും ഇയാളെ പേടിത്തൂരി പറയാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, നീ ഒരു മനുഷ്യനല്ല, നീ നിങ്ങളുടെ ഭാര്യനെയും കുട്ടീനെയും കൊലയ്ക്ക് കൊടുത്തിട്ടാണ് നീ ഇവിടെ രക്ഷപ്പെട്ടിട്ട് വന്നിരിക്കണം. എല്ലാ ആൾക്കാരും അവന് ബോയ്ക്കോട്ട് ചെയ്യാൻ തുടങ്ങി. ജോലി കൊടുക്കണില്ല, ഒന്നും ചെയ്യുന്നില്ല. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവൻ കുറേ കാലം ഇങ്ങനെ നടന്നു. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവൻ ഫൈനലി ഒരു നല്ല മരണനെ മരിച്ചു. ഈ സാധനം കേട്ടിട്ട് ഒരു സാധനം മനസ്സിലാവുള്ളൂ, എല്ലാ ലൈഫിൻ്റെയും ഒരു മോട്ടീവ് ഉണ്ടാവും. ഈ ഒരു ലൈഫിൻ്റെയും എന്തെങ്കിലും മോട്ടീവ് ഉണ്ടാവും. അവൻ സുഖമായിട്ട് ടൈറ്റാനിക്കിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തു, അവൻ ജീവിച്ചു. അത് അവൻ്റെ തെറ്റല്ല. ആൾക്കാർ വന്നിട്ട് കളിയാക്കി, അതും അവൻ്റെ തെറ്റല്ല. അത് കഴിഞ്ഞിട്ട് അവൻ മരിച്ചു, അതും അവൻ്റെ തെറ്റല്ല. അവൻ്റെ തെറ്റ് എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ കാര്യങ്ങൾ അവൻ കേട്ടില്ല അവരെ എല്ലാവരും ഇഗ്നോർ ചെയ്തു. ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു ആളെ നല്ലൊരു മറുപടി കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അയാൾ എപ്പോഴും ഇങ്ങനത്തെ വർത്തമാനം പിന്നെയും പറയില്ല. ഇങ്ങനത്തെ സാധനങ്ങളാണ് എപ്പോഴും ജീവിതത്തിലുള്ള നോട്ട് ചെയ്യേണ്ടത്. ഏതെങ്കിലും ആൾ നിങ്ങൾ കുറെ കൂടുതൽ ബുള്ളി ചെയ്യാന്ന് വെച്ചാൽ അവരെ എന്തായാലും ഒരു നല്ല പണി കൊടുക്കണം. ഫോളോ ഫോർ ദിസ് ടൈപ്പ് ഓഫ് ക്രേസി കോണ്ടന്റ്.